ഹായ് കൂട്ടുകാരെ, ഞാൻ ഹായ് കൂട്ടുകാരെ എന്ന് പറയാനേ പറ്റുന്നുള്ളൂ ഫ്രണ്ട്സ്. അത് നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോസ് കാണുമ്പോൾ അവരിൽ മിക്ക ആൾക്കാരും ഹായ് കൂട്ടുകാരെ എന്നായിരിക്കും പറയുന്നത്. അല്ല, ഞാൻ കാണുന്ന വീഡിയോയിൽ അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നത്. അതുകൊണ്ട് എനിക്കത് തന്നെ നമുക്ക് തറച്ച് നിൽക്കും. അത് ഞാനിപ്പോൾ ഈ അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ടി വിയുടെ സൗണ്ടുണ്ട്. അപ്പം ഞാൻ തന്നെ സംസാരിക്കുന്നത് ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതേ സൗണ്ട് പോലെ അവർക്ക് ചെറുതായിട്ട് ഇടയ്ക്ക് കയറി വരും എന്നാണ് എൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയ ഒരു കാര്യം. ഇതാണ് ഇടയ്ക്ക് കയറി വരുമെന്നുള്ളത്. വരുമെന്ന് തോന്നുന്നു. 2 പേരുടെ ഞാനങ്ങനെ കേട്ടു. എൻ്റെ സൗണ്ട് അവർക്ക് വന്നു. കാരണം അവർ നമ്മുടെ കാര്യങ്ങൾ അത്ര ഇതായിട്ട് കേട്ടതായിരിക്കും. എൻ്റെ തോന്നലാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഹായ് കൂട്ടുകാരെ വേറെ ഏതോ ഒരു ചാനലിലുണ്ട്, പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ഹായ് കൂട്ടുകാരെ അല്ലാതെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഇത്രയും സമയം പോയി ഹായ് പറഞ്ഞിട്ട്. ഞാൻ പറയുന്നത്, ഇവിടെ മതം പറഞ്ഞ് കുറേ കിടന്ന് കളിച്ചെന്നും പറഞ്ഞിട്ട് ആൾക്കാർക്ക് ചിന്തിക്കും. ഒരിക്കലുമില്ല. എന്നോട് ജ്യോത്സ്യമൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. എങ്കിലും ഈ അടുത്ത കാലത്ത് ഒരുപാട് തരണം ചെയ്തപ്പം വേറെ ആരും ഇല്ല എന്ത് ചെയ്യുമെന്ന് മരിക്കുന്നതിന് മുമ്പ് എന്നുള്ളൊരിത്. അപ്പോഴവർ തന്നെയാണ് പറഞ്ഞത് ഏത് കാസ്റ്റിലുള്ളവരാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നതാണ്. അദ്ദേഹത്തിൻ്റെ മതമായിരുന്നിട്ട് കൂടെ അദ്ദേഹം പറഞ്ഞ അവളുമാർക്ക് ഇത്തിരി അസുഖം കൂടുതൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അവർക്ക് തന്നെ ആണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത്. എനിക്ക് പറയുന്നതിനൊരു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന മൊത്തം കാര്യങ്ങൾ സത്യമാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ വന്ന് അവർ നല്ല രീതിയിൽ ഇവരുടെ കൂടെ കളിക്കുന്നത് പോലെ തന്നെ. കാരണം ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇതാവില്ല. ഇവിടെ നെഗറ്റീവ് പറയാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു എങ്കിലും ഈ ഒരു വിഷയം മതത്തിൻ്റെത് പ്രത്യേകം എടുത്ത് പറയണം. ഞാൻ ഒരുപാട് യാത്ര ചെയ്യും. ഞാൻ പറഞ്ഞു എൻ്റെ കഥകളെല്ലാം ഞാൻ പിന്നീട് വിവരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ യാത്രകളിൽ തന്നെയും ഒത്തിരി പുരുഷന്മാരിൽ നിന്ന് ഞാൻ ഒരുപാട് സഹനങ്ങൾ ഞാൻ ഏറ്റുവാങ്ങിയായിരുന്നു. അതും കല്യാണം കഴിച്ചവരിൽ നിന്നാണ് കൂടുതൽ. കുറച്ചുകൂടെ കുഴപ്പമില്ലാത്തത് ഈ യാത്ര ചെയ്യാൻ, അവരുടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നത് ടെക്നോ പാർക്കിലും IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇച്ചിരി അറിവും വിവേകമുള്ള പുരുഷന്മാരാണെങ്കിൽ നമുക്ക് അത്രയും റെസ്പെക്റ്റ് തരും. എല്ലാവരെയും കാര്യമല്ല പറഞ്ഞത്. അതേസമയത്ത് ജോലിക്ക് പോയിട്ട് വരുന്ന ട്രെയിനിലുള്ള കാര്യം പറഞ്ഞു. ഒത്തിരി നാൾ, വർഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം, വിവാഹം കഴിച്ച പുരുഷന്മാർ, എനിക്ക് തോന്നുന്നു വിവാഹ ജീവിതത്തിൽ അവർക്ക് വീട്ടിൽ കുറവുകളുണ്ടാവും. ഈ ഒരുപാട് പേരുടെ കുറവുകൾ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഫാമിലി മെമ്പേഴ്സിൻ്റെ സ്ട്രഗിളും കൂടെ നമ്മുടെ തലയിൽ കെട്ടിവെക്കും. നമ്മളെ കാണുമ്പോൾ ഫ്രീ ബേർഡാണ്, ഒരു കുട്ടിയായിട്ട് ഫ്രീ ബേർഡായിട്ട് അടിച്ച് പൊളിച്ച് എന്ന് ധരിക്കുന്നത് അവരുടെ മിസ്റ്റേക്കല്ലേ. ഇങ്ങനെയുള്ളവരെ സത്യം പറഞ്ഞ് എനിക്ക് പ്രവചനപരമില്ലെങ്കിലും ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കാര്യം പറയാം. സ്ത്രീകളെ ഒരുമാതിരി അങ്ങ് നോക്കി അവരുടെ വികാരം മൊത്തം ഇത് ചെയ്യുന്ന ആൾക്കാർ കരിഞ്ഞ് തന്നെയാണ് മരിക്കാനിരിക്കുന്നത്. ഇനി ഒരുപാട് ലോകാവസാനം വരാൻ പോകുന്നു. സത്യമാണ്. ഒരുപാട് പേര് ഞാൻ ഒരാളിൻ്റെത് ഞാനത് അനുഭവിച്ച് തീർത്തതാണ്. നോട്ടം, നമ്മളെ അങ്ങ് സംശയം, നോട്ടം, പിന്നെ അവരെല്ലാം തികഞ്ഞതാണ്, നമുക്ക് കഴിവുകളില്ല എന്ന് പറഞ്ഞ് വർഷങ്ങൾ ഞാൻ ഇതറിയാവുന്നൊരു വ്യക്തിയുണ്ട്. വർഷങ്ങൾ ഞാൻ തരണം ചെയ്ത് അവരെ പേടിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഇതേപോലെ എനിക്ക് പൊതുജനങ്ങളിൽ നിന്നുണ്ടാവുന്നുണ്ട്.